നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോ പൊട്ടിക്സിൻ്റെ സീരീസിലെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഞങ്ങൾ ത്രെഡിനെ കുറിച്ച് പരിചയപ്പെടുത്തി അല്ലേ? അതെ. ഇപ്പോൾ നമ്മൾ ത്രെഡിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതിൽ തന്നെ ഒരുപാട് കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ മാതിരി ത്രെഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പെട്ടെന്ന് തീരുന്നതല്ല. ഇനി എപ്പോഴെങ്കിലും നമ്മൾ വീഡിയോകൾ ചെയ്യുന്നതിന് കൂട്ടത്തിൽ ത്രെഡിൽ ഇനിയും കുറേ കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അത് നമ്മൾ ഓരോ ടോപ്പിക്കിനിടയിലായിട്ട് നമുക്ക് പറയാമെന്ന്. അത് കൂടുതൽ നമുക്ക് തോന്നണത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കുറച്ച് പേര് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന സംശയങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോൾ പിന്നെയും നമുക്ക് തോന്നും അതിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതിന് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാൻ തോന്നണു അല്ലേ? കുറച്ചും കൂടി, അതായത് ത്രെഡിനെ കുറിച്ച്, കുറച്ച് ത്രെഡിന്റെ തിക്നെസ്, അങ്ങനെ കുറെ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. അതൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. വരുമ്പോൾ അതിനകത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാവുന്ന എല്ലാം നമ്മൾ ഷെയർ ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ ഒരു യാത്രയിലാണ് നമ്മളെപ്പോഴും. മിക്കവാറും സമയങ്ങളിൽ നമ്മൾ കിട്ടുന്ന ടൈമിലൊക്കെ നമ്മൾ ഇതുപോലെയുള്ള എന്താ പറയുക, നമ്മുടെ അറിവുകൾ മനസ്സിലാക്കാനായിട്ടുള്ള കൂടുതൽ ആഴങ്ങളിലേക്ക്, നമ്മുടെ ഇതൊരു പാഷനാണ്, നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയിലാണ്. ഇപ്പോൾ കണ്ണൂർ കണ്ണൂർ, അതായത് തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് പൈതൽ മല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് ഔട്ട്ഡോറും കൂടെ മിക്സ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ണൂർ ബിസിനസ് ഉണ്ട്, പിന്നെ നമ്മൾ കൈത്തറി ഗ്രാമമുണ്ട് ഇവിടെ, അതൊന്ന് വിസിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പൈതൽമല യാത്ര, ഇതിനിടയിലൊരു പൈതൽമല യാത്ര വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമുക്കൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയ, കുറേ നടക്കാനുള്ള സ്ഥലമാണ്. അതെ, കുറച്ച് ട്രക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല പുൽത്തകിടിയൊക്കെ ഉണ്ട്. അത് നിങ്ങൾ മല കയറാനുണ്ട്. കണ്ണൂരുള്ളവർക്ക് അറിയാം. ഏകദേശം 1.5 മണിക്കൂർ ട്രക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലത്തെത്തും. പോണ വഴി കാണാനുണ്ട്. വളരെ കാമൻ കോയിട്ടാണ്. എനിക്ക് തോന്നുന്നു കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് ആരും ഇല്ലാന്ന് തോന്നുന്നു. അതെ, ഒരാളും ഞങ്ങളിപ്പോൾ ഇവിടം വരെ കയറി വന്നിട്ടും ആരെയും കണ്ടില്ല. പിന്നെ ഫോറസ്റ്റിന്റെ അവിടെ പെർമിഷനൊക്കെ എടുത്താലേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ ടോപ്പിക് അതല്ല. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബൊട്ടിക് സീരീസിന്റെ ഒരു തുടർച്ച തന്നെയാണ്. അതെ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ തവണ നമ്മൾ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിന് വില പറയാം, എങ്ങനെ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാരണം നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെങ്ങനെ നമ്മൾ റേറ്റ് ഇടും, അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. അതായത് ഇന്നിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ഡിസൈൻ, അതായത് മണ്ഡല ഡിസൈൻ, ഇത് നമുക്ക്, അതായത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണിത്. ഇതിന് നമുക്ക് എത്ര രൂപ കോസ്റ്റ് വാങ്ങിക്കാം, അതാണ്, അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതായത് ഇതിലുള്ള ഏത് രീതിയിൽ നമുക്ക് എങ്ങനെ വാങ്ങിക്കാം ഇതിന്. ഇല്ല, ഇതിപ്പോൾ ഈ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതെന്ന് ഇതിൻ്റെ എക്സ്പെൻസ് ആണ്. ഡെഫിനറ്റ്ലി നമ്മൾ ഇതിൻ്റെ എക്സ്പെൻസ് അറിയണം. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ് അല്ലേ? അതായത് റേറ്റ് വരുമ്പോൾ വളരെ കുറവാണ് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇതിന് ഉപയോഗിക്കുന്ന നൂല്, അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന മറ്റ് ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെബിലൈസർ, മെഷീൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. റണ്ണിങ് കോസ്റ്റ് ആയിട്ട് വരുന്നതാണ് ത്രെഡ്, അങ്ങനെയുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് എംബ്രോയിഡറി ചെയ്താലും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മണ്ഡല ഡിസൈൻ തന്നെ നമ്മൾ സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് എത്ര നൂല് ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് ഏത് ഡിസൈൻ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നോക്കി ഇത്രയും ആകെ വരുന്ന നൂലിൻ്റെ ലെങ്ത്ത് അപ്രോക്സിമേറ്റ് ഇത്രയാണ് എന്ന് പറഞ്ഞാൽ 2000 മീറ്ററിൻ്റെ ഒരു കോണിന് എത്ര രൂപ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നിസ്സാര പൈസ വരുന്നത്. അപ്പോൾ ഒരു 50-100 മീറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഈവൻ നമ്മൾ ബോബിനിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 30-40 മീറ്ററാണ് ഒരു ബോബിനിൽ ത്രെഡ് വരുന്നത്. 30 മീറ്റർ ത്രെഡ് എന്ന് പറയുന്ന 2000 മീറ്റർ അല്ലെങ്കിൽ 1000 മീറ്ററിൻ്റെ കോണിൽ നിന്ന് 30 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇതുപോലെയുള്ള എത്ര മണ്ഡല ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പ്രൈസിനെ കുറിച്ച് പറയാം.
അതാണല്ലോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും പ്രൈസാണ്. അതായത് 2 തരമായിട്ട് നമുക്ക് ഈ പ്രൈസ് വാങ്ങിക്കാൻ പറ്റും. ഒന്നാമത്തെ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം അതായത് ഒരു കസ്റ്റമർ നമ്മളടുത്ത് വന്നിട്ട് അവർ നമ്മളോട് പറയാണ് ഇത് ഈ ഒരു ഡിസൈൻ തന്നിട്ട് ഇതുപോലെ ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും അവർക്ക് മാത്രം ചെയ്യുന്ന ഒരു ഡിസൈനാണ്, അതായത് അവർക്ക് കസ്റ്റം ചെയ്ത് ചെയ്യുന്ന ഡിസൈൻ. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും ഒരു നല്ല പ്രൈസ് തന്നെ വാങ്ങിക്കാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 600 രൂപ വരെ ഞാൻ വാങ്ങിക്കും. അപ്പോൾ രണ്ടാമത്തെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അതായത് ഡിസൈൻ നിങ്ങൾ ചെയ്യുന്നതായിരിക്കില്ല അല്ലേ. അപ്പോൾ കൂടുതലും എല്ലാവരും എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡിസൈൻ നമ്മൾ ഒരു വെബ്സൈറ്റിൽ നിന്ന് എവിടെന്നെങ്കിലും ഡിസൈൻ വാങ്ങിക്കും. അപ്പോൾ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു 100 രൂപയുടെ ഡിസൈനാണെന്ന് വെച്ചോ. അപ്പോൾ ആ 100 രൂപയുടെ ഡിസൈൻ നമ്മളത് ഒരു കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും റേറ്റ് വരുന്നില്ല, ആ ഡിസൈൻ ചാർജ് അധികം വരുന്നില്ല. അത് മാത്രമല്ല, ഈ ഒരു ഡിസൈൻ നമ്മൾ ഒരാൾക്കല്ല ചെയ്യണത്, നമ്മൾ കുറച്ച് പേർക്ക് നമ്മളിത് ചെയ്തു കൊടുക്കും അല്ലേ. അത് മാത്രമല്ല, നിങ്ങൾ വേറൊരു കാര്യം കൂടി എല്ലാവരും ചെയ്യണത് ഞാൻ കാണാറുണ്ട്. അതായത് ഒരു ഡിസൈൻ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഡിസൈൻ ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു 5 പേര് ഈ 100 രൂപയുടെ ഡിസൈൻ ഷെയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 20 രൂപയെന്ന് നിങ്ങൾക്കത് വരണുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഡിസൈൻ ഒരു 100 ഒരു 150-200 രൂപ അതിൽ കൂടുതൽ എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കസ്റ്റം ചെയ്ത് ഒരു കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരാൾ നമ്മളടുത്ത് വന്നിട്ട് അവർ കൊണ്ടുവരുന്ന ഒരു ഡിസൈനായിരിക്കും. അവർ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡിസൈൻ നമുക്ക് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു റേറ്റ് വാങ്ങിക്കാൻ പറ്റും. അതേസമയം നമ്മളടുത്തുള്ള ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ ചെയ്താൽ മതിയോ ഒന്ന് ചോദിക്കുമ്പോൾ അവർ അത് മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പകുതി കാശേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈസിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ മാത്രമാണ് പ്രൈസ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റേറ്റ് എന്ന് പറയണത് ഒന്നും കൂടി എനിക്ക് പറയാനുണ്ട്. എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട നൂല് നല്ലതായിരിക്കണം കേട്ടോ. കളറ് പോണ നൂല് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലൈസർ യൂസ് ചെയ്യണം. പിന്നെ സാരി തുണിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഏകദേശം സാരി മെറ്റീരിയൽ ഷിഫോൺ ടൈപ്പിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ വാട്ടർ സോൾബിളും കൂടി യൂസ് ചെയ്യണം. എല്ലാം പക്കയായിരിക്കണം അല്ലേ. പിന്നെ റേറ്റ് എന്ന് പറയുന്നത് എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ നമ്മുടെ സജഷൻസ് മാത്രമാണ്, നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങള് നിങ്ങളടുത്ത് ഈ ഷെയർ ചെയ്യണ ഓരോ കാര്യങ്ങളും നമ്മുടെ അനുഭവത്തിലൂടെ ഉള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു 25 വർഷത്തെ എക്സ്പീരിയൻസ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാരൻസ് എന്ന് പറയുന്നത്, എൻ്റെ ഫാദർ മധുര കോട്ട്സിലാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ മദർ ഒരു ഗവൺമെൻറ് സർവീസ് ടീച്ചറായിരുന്നു. അപ്പോൾ ആ കോട്ട്സിൽ വർക്ക് ചെയ്തുകൊണ്ടോ എന്താണെന്നറിയില്ല, എനിക്ക് ഫാദർ കോട്ട്സിലായതെന്ന് പറഞ്ഞാൽ അറിയില്ല, നമുക്ക് ചെറുപ്പം തൊട്ടേ ഈ ഒരു ഗാർമെൻറ് മേഖലയോട് ഒരു ഭയങ്കര പാഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചതൊക്കെ വേറെ മേഖലയാണ്. ആക്ച്വലി ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്. പക്ഷേ എൻ്റെ ഒരു പാഷൻ ഈ ഗാർമെൻറ്റ്സ് മേഖലയിലേക്ക് ആയതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് കേട്ടോ നമ്മൾ കണ്ടുമുട്ടുന്നത്. അതെ, ഞാൻ വർക്ക് ചെയ്തത് വേറെ ഒരു കോളേജിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പോളിടെക്നിക്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സിംലുവിനെ പരിചയപ്പെടുന്നത്. അതെ. അപ്പോൾ അവിടെ നമ്മൾ രണ്ടുപേരും ഈ ഒരു പാഷൻ കല്യാണത്തിന് മുമ്പാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 25 വർഷമായി കേട്ടോ. അതെ അതെ, ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് ഇപ്പോൾ 25 വർഷമായി. ശരിക്കും ആ 25 വർഷം തൊട്ടുള്ള ഈ ഗാർമെന്റ്സ് ഫീൽഡിലുള്ള ഒരു ടച്ച് നമുക്ക് അന്ന് തൊട്ടേ ഉണ്ട്. അതെ, അതിലാണ് ആ ഒരു പാഷനാണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒന്നിപ്പിച്ചത്. അപ്പോൾ അന്നേ നമ്മൾ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ളത് അന്വേഷിക്കാനും നടത്താനും അറിയാവുന്നത് നമുക്ക് പലരോടും ചോദിച്ചു മനസ്സിലാക്കിയും ഒക്കെയാണ് നമ്മൾ അന്ന്. നമുക്ക് പറഞ്ഞു തരാനൊന്നുമില്ല. പക്ഷേ ഒരു ഭാഗ്യം നമുക്ക് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംലു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു എക്സ്പോർട്ടിങ്, അതായത് ചാരിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇപ്പോഴും ഉണ്ട് ആ സ്ഥാപനം. അവിടെ ഒരു പ്രൊവിഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ബാംഗ്ലൂരാണ്. അതെ, ബാംഗ്ലൂരാണ്. അപ്പൊ അവിടെ എന്ന് പറയണത് ആ സാറെന്ന് പറയണത് വളരെ എന്താ പറയാ,
ഈ ഗാർമെന്റ്സ് ഫീൽഡിലും എല്ലാം കൊണ്ട് അവർ ഹാൻഡി ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയണത് പലതരം എന്താ പറയാ, അതിലെ എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു. ഇത് കൂടുതലും അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കുറേ ബൾക്ക് പീസസ് അല്ല, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെയാണല്ലോ, ഒരു വെറൈറ്റി ആയിരിക്കും. അതിൻ്റെ ബാഗ്സ്, ടൈ, അതുപോലെ തന്നെ ക്രിസ്മസ് ഐറ്റംസ്, അങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം തുണികളും നൂലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് കൂടുതലും. പേപ്പർ പൗഡർ, അതുപോലെ പേപ്പർ മെഷി ഉപയോഗിച്ചിട്ടുള്ള പേപ്പർ മെഷി പ്രോഡക്ട്സ് അങ്ങനെ ഒരുപാടുണ്ട്. ഈ പോൾസാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ശരിക്കും ആളുടെ ഒരു എന്താ പറയുക, ശിഷ്യന്മാരാണ് നമ്മൾ. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഗോഡ് ഫാദർ ആണ് ആള്. ശരിക്കും പോൾസിദാസ് എന്നാണ് ആളുടെ പേര്. ആൾ ശരിക്കും പറഞ്ഞാൽ ഒരു 600ഓളം 700ഓളം ഇതുപോലെ ഉള്ള പല പ്രൊഡക്റ്റുകൾ ചെയ്യാൻ ആൾക്കറിയാം. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ വില്ലേജ് ബേസ് ചെയ്തിട്ടുള്ള, ഓൾ ഇന്ത്യ എന്നല്ല, വേൾഡിൽ പല സ്ഥലങ്ങളിൽ ആൾ ട്രാവൽ ചെയ്തിട്ട് ഓരോ വില്ലേജുകളിൽ അവരെ അത് ട്രെയിൻ ചെയ്തിട്ട്, അതായത് നാച്ചുറലായിട്ടുള്ള ഡൈസ് അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള രീതിയിൽ ശരിക്കും അതിലൊരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. അത് ഫുൾ ടൈം ബിസിയാണ്. ഇപ്പോഴും ഞങ്ങൾ നല്ല റിലേഷനുണ്ട്. കാരണം ആ സാറിൻ്റെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ എന്താണ് ഒരു ക്വാളിറ്റി എന്നുള്ളത് മനസ്സിലാക്കിയത് ഞാൻ അവിടെ നിന്നാണ്. കാരണം ഒരു സാമ്പിൾ പീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് എത്ര നമ്മുടെ കണ്ണിൽ അത് വളരെ പെർഫെക്റ്റ് ആണ്, വളരെ നീറ്റായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് എത്രയോ വട്ടം നമ്മളെ കൊണ്ട് അത് അഴിപ്പിച്ച് രണ്ടാമത് ചെയ്ത് സത്യം പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിൽ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ആ സാറിന്റെ അടുത്തുനിന്ന്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വിജയം വരിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആരോടും, നമ്മൾ ബൊട്ടിക്ക് തുടങ്ങുന്നവരായാലും ഈ ഒരു മേഖലയിലേക്ക് വരുന്നവരോടും നമ്മൾ പറയുന്നത് ക്വാളിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ ആദ്യം അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളത് ചെയ്യുന്നതും നിങ്ങളടുത്ത് പറയണതും. കാരണം അതിലൂടെ നമ്മൾ കടന്നു പോകാത്ത കാര്യങ്ങൾ നമുക്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. അതല്ലേ സത്യം? കാരണം എന്ത് സംഭവങ്ങളായാലും, എന്തൊരു ഫുഡായാലും നമ്മളത് രുചിച്ച് നോക്കിക്കഴിഞ്ഞാലാണ് ഇത് നല്ല ടേസ്റ്റ് ആണെന്ന് നമ്മൾ പറയുള്ളൂ, അല്ലേ? അതുപോലെ തന്നെയാണ് ഏതൊരു ഫീൽഡിലായാലും അതിലൂടെ നമ്മൾ കടന്നു പോകണം. എന്നാലാണ് നമുക്ക് അതിന്റെ അനുഭവം നമുക്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും ആവർത്തിച്ച് നമ്മൾ ക്വാളിറ്റിനെ കുറിച്ച് എപ്പോഴും പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളടുത്ത് എന്നും പറയണ ഒരു കാര്യം, തുടക്കം തൊട്ട് എൻ്റെ വീഡിയോയിൽ. കാരണം എൻ്റെ അനുഭവം, ഞാൻ ആ സാറിൻ്റെ കൂടെ, പോൾ സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തുന്ന ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ എന്നും എല്ലാവരോടും, ഞാൻ ഈവൻ എൻ്റെ സ്റ്റാഫുകളോട് പോലും ഞാൻ വരുമ്പം തന്നെ ഞാൻ അവരോട് പറയണ ഒരു കാര്യമുണ്ട്, ക്വാളിറ്റിയാണ്. നിങ്ങൾ പഠിച്ചതല്ല, നിങ്ങൾ ആ പഠിച്ചത് മാറ്റി വെച്ചോ, ഞാൻ പറയണത് നിങ്ങൾ ചെയ്യാം. ഞങ്ങൾ കടന്നു വന്ന ഓരോ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഇത്ര നാളത്തെ ഓരോ വിസിറ്റിങ്ങും നമ്മുടെ മിസ്സായിപ്പോയി. കാരണം നമ്മുടെ ഹൃദയത്തില് മെമ്മറിയിലുള്ള ആൽബത്തിലാണ് ഇത് മുഴുവൻ ഉള്ളത്. കാരണം വെച്ചാൽ അന്നൊന്നും നമ്മൾ ഇങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, നമ്മുടെ പാഷൻ കൊണ്ട് ഇറങ്ങിയതാണ്. അത് മറ്റുള്ളവരായിട്ട് ഒരു ഷെയർ ചെയ്യാന്നുള്ളത് കാര്യങ്ങളൊന്നും നമുക്ക് അന്ന് ചിന്തിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ രണ്ടുപേര് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈവൻ കലങ്കാരിനെ കുറിച്ച് വന്ന സമയത്ത് നമ്മൾ ആ കലങ്കാരിനെ കുറിച്ച് അറിഞ്ഞപ്പം ഞങ്ങൾക്ക് അത് എവിടെയാണ്, എങ്ങനെയാണ് അത് ചെയ്യണത്, അത് നമുക്ക് ആഴത്തിൽ അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. അത് എന്ത് പ്രൊഡക്റ്റ് പുതുതായിട്ട് വരുമ്പോഴും ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടും, അതറിയും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ കലങ്കാരി മച്ചിലിപ്പട്ടണത്തിൽ പോയി അവരുണ്ടാക്കുന്ന പ്രോസസ്സ് എല്ലാം കണ്ടുവന്ന വ്യക്തികളാണ് ഞങ്ങൾ. പക്ഷെ അന്നൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ഇത്രയും ഇതായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നൊന്നും എന്തായാലും അത് നമ്മൾ എന്താ പറയുക, റിവൈൻഡ് ചെയ്ത് പുറകോട്ട് പോയി ഇനി വീണ്ടും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇനി വീണ്ടും നമ്മൾ അത് ഹണ്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മളെടുത്ത് വരുന്ന ഓരോ വ്യക്തിയും ഒരു 100 രൂപ നമുക്ക് തരുമ്പോൾ നമ്മളത് നീതിയായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റണം. ക്വാളിറ്റി ഒരിക്കലും നമ്മളെ നന്നാക്കുള്ളൂ. കാരണം വെച്ചാൽ ക്വാളിറ്റിയിൽ ചിലപ്പോൾ ചെയ്യുമ്പോൾ കോസ്റ്റ് അല്പം കൂടാം, ചിലപ്പോൾ ഇനീഷ്യലി ബിസിനസ് ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷേ നമ്മൾ തേടിയ ആൾക്കാർ വരും. ലോകത്ത് എവിടെയായിരുന്നാലും നമ്മൾ തേടി നമ്മുടെ ബിസിനസ് നമ്മുടെ പുറകെ വരും. അല്ല, നമ്മൾ ചെയ്യുന്നതിൽ എനിക്ക് തോന്നാറുണ്ട് ഒരു 10 മിനിറ്റും കൂടി കൂടുതൽ എടുക്കേണ്ടി വരുന്നുള്ളൂ. കാരണം മറ്റേതെന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ലാഭമുണ്ട്. പക്ഷെ എന്താ, അതെ ശരിയാണ്.
അപ്പോൾ ശരിക്കും ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ടോപ്പിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റേറ്റ് എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു ക്വാളിറ്റിയും കൂടെയാണ് നമ്മൾ മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നത്. കാരണം ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് പറയാനുള്ള മെയിൻ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നത് വളരെ നീറ്റായിട്ട് ചെയ്യുക, അറിഞ്ഞ് ചെയ്യുക, പഠിക്കുക. അതായത് ടൈലറിങ് അറിയാത്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഡിസൈൻ ചെയ്യുന്ന ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന അത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾ ഡിസൈനിങ് മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത്, പക്ഷെ ടൈലറിങ് അറിയില്ല. പക്ഷെ അതെന്തോ ഒരു പ്രശ്നം വരണേന്നറിയോ? കാരണം നിങ്ങൾ ഡിസൈനിങ് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ടൈലറിങ്ങും കൂടി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊരു നെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കത് പറയാൻ പറ്റില്ല. നിങ്ങളൊരു ടൈലറെ ആശ്രയിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ആ തുണിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ടൈലറിങ് നിങ്ങൾ എന്ത് തന്നെയായാലും പഠിച്ചിരിക്കണം. എന്നാലാണ് നമുക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് അത് തന്നെയാണ്. തിരക്ക് പിടിച്ച മെഷീൻ വാങ്ങുന്നതോ അല്ലെങ്കിൽ നമ്മൾ കട ഫർണിഷ് ചെയ്യണതോ ഒന്നല്ല. തയ്യൽ അറിയാത്തവർ ഇന്ന് തന്നെ അതിൽ പഠിക്കുക, അതിന് സമയം കണ്ടെത്തുക. ചിലപ്പോൾ ചിലവർ ചോദിക്കുന്നത് നമ്മുടെ കയ്യിൽ ഫണ്ടില്ല, മെഷീൻ വാങ്ങാൻ പൈസ ഇല്ല. അതൊന്നല്ല ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ മേഖല പഠിച്ചെടുക്കണം. അതിന് പൈസ ഒന്നും വേണ്ട, അധികം കോസ്റ്റ് ഒന്നും വരില്ല. നിസ്സാര പൈസയ്ക്ക് നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മെഷീൻ ഇല്ലാത്തവർക്ക് മെഷീൻ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് തയ്യൽ പഠിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടുന്ന സമയം, ഇപ്പോൾ ഒരു കോവിഡിൻ്റെ ടൈമിലൊക്കെ ഒരു വർഷം പലർക്കും കിട്ടിയിട്ടുണ്ട്. എത്ര പേര് ഇതൊക്കെ ഈ മേഖലയിൽ, ഈ ഒരു ടൈലറിങ് പോലെയുള്ള മേഖലകൾ പഠിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സ്വയം ചോദിക്കുക. ഇനി കിട്ടുന്ന സമയങ്ങളിൽ ഇനിയും ചിലപ്പോൾ ഇതുപോലെയുള്ള സമയങ്ങൾ നമുക്ക് കിട്ടിയാൽ നമ്മളത് പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ടൈലറിങ് യൂണിറ്റ് നടത്തുന്നവർ നമ്മളൊരു സ്റ്റാഫിനെ നിർത്തുമ്പോൾ അവർക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയയിലും നമ്മുടെ ഒരു ടേസ്റ്റിലേക്കും എത്തിക്കണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. എനിക്കെപ്പോഴും തോന്നാറുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എത്ര അറിയുന്നതെന്ന് പറഞ്ഞു വരുന്ന ഒരു ടൈലർ ആയാലും നമ്മുടെ ഒരു ടേസ്റ്റിലേക്ക് നമ്മൾ അവരെ ആക്കിയെടുക്കണം. എന്നാലാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഐഡിയ നമുക്ക് ഇവരിൽ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ടൈലറിംഗ് എന്ന് പറയണ സംഭവം എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ച് നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ അതിലെ പല അനുഭവങ്ങളും നമ്മൾ ഓർമ്മയിലുള്ളത് കാര്യങ്ങൾ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും ഇനി ഇതുപോലെ തന്നെയുള്ള ഒരു ബിസിനസ്സായിട്ടുള്ള ഒരു വീഡിയോസ് നമുക്ക് ഒരുപാട് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്യും. അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം. കൂടുതലും ബിസിനസ്സായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. നമ്മുടെ ഗാർമെൻറ്റ്സ് മേഖലയായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി അധികം നമ്മൾ വലിച്ചു കിട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും നല്ല ടോപ്പിക്കുകൾ, ഈ ബൊട്ടിക്കിൻ്റെ സീരീസ് നല്ലൊരു ടോപ്പിക്കുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.